സുഹൃത്തുക്കളെ, ഇന്നലത്തെ മഴയിൽ സംഭവിച്ചതാണ് കേട്ടത്. ഇത് ഇന്നലത്തെ മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ കുറച്ച് ഇടിച്ചിലേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ വീടിൻ്റെ പുറകെ ചെറിയൊരു മല ഉണ്ടായിരുന്നു, അതൊക്കെ ഇടിഞ്ഞു. കഴിഞ്ഞ നവംബർ 1-ാം തീയതി ഒന്നായിട്ട് ഇടിഞ്ഞതാണിത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ നവംബർ 1-ാം തീയതി സംഭവിച്ചത്. രാവിലെ 7 മണിക്കായിരുന്നു സംഭവം. ഞാൻ താമസം മലപ്പുറം ജില്ലയിൽ കൂട്ടുമുച്ചി കൊടക്കാട് വള്ളിക്കുന്ന് സ്റ്റേഷൻ റോഡ് ഗ്യാസ് ഗോഡൗണിൻ്റെ അടുത്ത്, പിന്നെ കാവുകുളം എന്ന് പറഞ്ഞ അവിടെ താഴ്ഭാഗത്താണ്. അപ്പോൾ മുകളിലേക്ക് വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അടുക്കള ഭാഗത്തേക്കൊക്കെ വന്ന് അടുക്കള വാതിൽ പൊട്ടി മണ്ണുള്ളിലേക്ക് വന്ന്, അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തുള്ള ബെഡ്റൂമിൻ്റെ ഗ്ലാസ്സൊക്കെ ജനവാതിലിൻ്റെ ഗ്ലാസ്സൊക്കെ തകർന്ന് മണ്ണുള്ളിലേക്ക് വന്നു. അവിടെ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വൈഫ്. അവൾ ആ സൗണ്ട് കേട്ടപ്പോൾ ഉമ്മാനോട്, ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മാനോട് പറഞ്ഞതാണ് അങ്ങോട്ട് പോകല്ലേന്ന്. അങ്ങനെയാണ് പിന്നെ ഉമ്മ അങ്ങോട്ട് വാതിൽ തുറക്കാൻ വേണ്ടി പോകുമ്പോൾ സൗണ്ട് കേട്ടപ്പോൾ അങ്ങോട്ട് പിന്മാറിയത് കൊണ്ട് കഴിച്ചിലായതാണ്. എല്ലാന്നുണ്ടെങ്കിലും മണ്ണിൻ്റെ അടി പെട്ടിന്. ഏതായാലും അൽഹംദുലില്ലാ പടച്ചോൻ കാത്ത് രക്ഷിച്ചു. പിന്നെ താൽക്കാലികമായിട്ട് JCB ഒക്കെ വന്ന് കണ്ട്, JCB അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല. അപ്പോൾ JCBനെ കൊണ്ട് കഴിയുന്ന പോലെ അവിടുന്ന് മണ്ണ് മാറ്റി, ബാക്കി പണിക്കാരെ വെച്ചുകൊണ്ട് കുറച്ചൊക്കെ മണ്ണ് മാറ്റി ക്ലിയർ ചെയ്തു. ഇനിയും മുകളിൽ വിള്ളലൊക്കെ ഉള്ളതുകൊണ്ട് ഭീഷണിയാണ്. അത് ഇടിയാൻ സാധ്യത എന്തായാലും ഉണ്ട്. മണ്ണൊക്കെ തൂങ്ങി കിടക്കായിരുന്നു, കല്ലുകളൊക്കെ. അതാണ് ഇപ്പോൾ ഇന്നലത്തെ മഴയിൽ വീണ്ടും തകർന്നത്. ഏതായാലും വല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ മലമ്പ്രദേശമൊക്കെ താമസിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണിപ്പോൾ അവസ്ഥ. ഇനിയും മണ്ണിടിയാൻ സാധ്യത കാണുന്നുണ്ട്. പഞ്ചായത്തിലും വില്ലേജിലും എല്ലായിടത്തും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവും എന്നാണ് ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കഴിയുന്നത്. അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള വീടിൻ്റെ ജനവാതിലൊക്കെ തകർന്നിട്ടുണ്ട്. ഉണ്ടോ, ജനവാതിൽ തകർന്നു. ഇത് അടക്കളവാതിലാണ്. അത് അതിൻ്റെ മുമ്പ് പൊട്ടിയിട്ട് ഉള്ളിലേക്കൊക്കെ മണ്ണ് കയറിയിരുന്നു. ജനവാതിലിൻ്റെതും ഉള്ളിലേക്ക് പൊട്ടി മണ്ണ് കയറിയിരുന്നു. ഇപ്പോൾ ഇവിടെ ഇന്നലത്തെ മഴയിൽ വീണതാണ് ആ മരം. ഇനി ഇവിടെ ഒരു മാവുന്നൊക്കെ ഉണ്ട്, കല്ലൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. അതിൽ കുറേ കല്ലൊക്കെ ഇപ്പോൾ പോകുന്നു. ഇപ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ചാലുമായി ചെയ്തോ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇടിച്ചിൽ ഏത് സമയത്തും വരും. ഏതായാലും 1-ാം തീയതി ഒന്നായിട്ട് വീണ് ആകെ ഇടങ്ങറായതാണ്. അതിന് ശേഷം കുറച്ചും കൂടെ ഇടിച്ചില്ല. ഇനി ഇവിടെ നമുക്കൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ കുറച്ചൊരു ഉയർച്ചയുള്ള സ്ഥലമുണ്ട്, അതിന് മുകളിൽ വിള്ളലുണ്ട്. അതെപ്പോഴാണ് ഇനി പൊട്ടി വയ്ക്കുക എന്നുള്ളത് അറിയില്ല. ആ ഒരു പേടി മാത്രമേ ഉള്ളൂ. ഏതായാലും റബ്ബ് കാക്കട്ടെ. എന്തായാലും ഇവിടെ വന്ന് വാർഡ് മെമ്പറും അവരൊക്കെ സന്ദർശിച്ചു പോയി. ഇതിൻ്റെ ചിലവുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പോയത്. ഇവിടെ JCB വന്ന് പണിക്കാരെ കൊണ്ട് മണ്ണിടിപ്പിച്ചതും എല്ലാത്തിനും പൈസ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കൊടുത്തത്. പിന്നെ പഞ്ചായത്തിൻ്റെ ഇതിന് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ അതൊക്കെ പാസ്സായി വന്നിട്ടാവും കിട്ടുക. എന്തായാലും എന്ത് സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും നമ്മളെ വീടിന് ബാധിക്കുന്ന കേസുകളൊക്കെ ആകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകുക എന്നല്ലാതെ വേറൊരു നടപടികൾ ഉണ്ടാവണമെങ്കിൽ അതിന് സമയം പിടിക്കും. എന്തായാലും ആർക്കും ഒരു അപകടം വരാതെ പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. എന്തായാലും